നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് ഇൻ ഇന്ത്യ എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു യൂണിറ്റിന്റെ പേര് ഡിസ്കവറി ഓഫ് ഇന്ത്യാസ് പാസ്റ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പേപ്പറിൽ, അതായത് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്സ് ഇൻ ഇന്ത്യ എന്ന ഈ ഒരു പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ത്യയിലെ ചരിത്ര രചന എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നത് എന്നതാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ ആകമാനം പഠിക്കുന്നത്. അതായത് ചരിത്ര രചന കാലങ്ങളിലൂടെ പിന്നിട്ട് ഇന്നത്തെ രീതിയിൽ, ആധുനികമായ രീതിയിൽ എത്തി നിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ ചരിത്രത്തിന് വേണ്ട ഉപദാനങ്ങൾ അഥവാ സോഴ്സസ് എങ്ങനെയാണ് സ്വീകരിച്ചിരിക്കുന്നത്, അങ്ങനെ ഏത് രീതിയിലാണ് ഇന്ത്യയുടെ ചരിത്രം രചിക്കപ്പെട്ടിരിക്കുന്നത്, അതിൻ്റെ കൃത്യതയും വ്യക്തതയും എത്രത്തോളമാണ്, ഏതെല്ലാം സോഴ്സിൽ നിന്നാണ് അതിന് ഉപോത്പലകമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ ഒരു പേപ്പർ അഥവാ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇതിലെ ആദ്യത്തെ ബ്ലോക്കിലെ ആദ്യ യൂണിറ്റ് ഡിസ്കവറി ഓഫ് ഇന്ത്യാസ് പാസ്റ്റ്, അതായത് ഇന്ത്യയുടെ പാസ്റ്റിന്റെ ഡിസ്കവറി, നമ്മൾ റിക്കവർ ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനപ്പെട്ട 3 പോയിന്റ്സ് ആണ്. അതായത് ഇന്ത്യയിലെ ഓറിയന്റലിസ്റ്റ് റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി ഇന്ത്യയിൽ വന്നത്, ഇൻഡോളജി, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഏഷ്യാറ്റിക് സൊസൈറ്റി, ഇങ്ങനെയുള്ള ഈ 3 പോയിന്റ്സ് ആണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. എന്നാൽ ഇതിന് മുന്നോടിയായി പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇന്ത്യയിലെ ആദ്യകാല ചരിത്ര രചനയുമായി ബന്ധപ്പെട്ട ഇതിഹാസ പുരാണ ട്രഡിഷൻ. അപ്പോൾ അത് നമുക്ക് അടുത്ത യൂണിറ്റിൽ വളരെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാനുള്ളത് കൊണ്ട്, രണ്ടാമത്തെ യൂണിറ്റിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ അത് ഞാൻ ഇവിടെ പറയുന്നില്ല. പക്ഷേ സ്റ്റുഡൻസ് പ്രത്യേകം ഓർത്തിരിക്കുക, ഇതിന്റെ ആദ്യ പടി എന്ന് പറയുന്നത് ഈ ഒരു ഇതിഹാസ പുരാണ ട്രഡിഷനിലൂടെയാണ് കടന്നു വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ നോക്കുന്നത് ഇന്ത്യയിലെ ചരിത്ര രചന രീതിശാസ്ത്രം ഓറിയന്റലിസം എന്ന ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ഓറിയന്റലിസം എന്ന ഒരു ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട് ആദ്യകാലത്ത് ഡെവലപ്പ് ചെയ്തതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. സോ എന്താണ് ഓറിയന്റലിസം? ഓറിയന്റ് എന്ന വാക്കിന്റെ അർത്ഥം ഈസ്റ്റ് എന്നാണ്, പൗരസ്ത്യം, അല്ലെ, പൗരസ്ത്യ ലോകം. അപ്പോൾ ഈ ഈസ്റ്റിനെ കുറിച്ച് ഉള്ള ചരിത്രമാണ്, അല്ലെങ്കിൽ വെസ്റ്റേൺ സ്കോളേഴ്സ്, പടിഞ്ഞാറൻ പണ്ഡിതർ കിഴക്കിനെ കുറിച്ച് എഴുതിയ ചരിത്രമാണ് ഓറിയന്റലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് പോപ്പുലറൈസ് ചെയ്തത് എഡ്വേർഡ് സെയ്ദ് എന്ന ഒരു പണ്ഡിതനാണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഓറിയന്റലിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു എക്സോട്ടിസിസം ആണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടർ. അതായത് ഈ വെസ്റ്റേണേഴ്സ്, അത് നമ്മൾ മനസ്സിലാക്കാൻ ആദ്യം ചിന്തിക്കേണ്ട കാര്യം, എല്ലാ അറിവുകളുടെയും കേന്ദ്രം, അല്ലെങ്കിൽ എല്ലാ അറിവുകളുടെയും ഉത്ഭവം അത് വെസ്റ്റിലാണെന്നും പടിഞ്ഞാറൻ ലോകത്താണെന്നും പടിഞ്ഞാറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് മറ്റു ലോക രാജ്യങ്ങളെയെല്ലാം സിവിലൈസ് ചെയ്ത് കൊണ്ടുവരേണ്ടത് എന്നൊരു ധാരണ, ഒരു മിഥ്യാധാരണ വെസ്റ്റേണേഴ്സ് എന്നും സൂക്ഷിച്ചിരുന്നു. അവിടെയാണ് നമ്മൾ വൈറ്റ്മാൻസ് ബേർഡൻ എന്ന സിദ്ധാന്തമൊക്കെ വരുന്നത്. വെള്ളക്കാരന്റെ മുതുകിലെ ഭാരമാണ് മറ്റു ഈസ്റ്റേൺ കൺട്രീസിലൊക്കെയുള്ള, ആഫ്രിക്കൻ കൺട്രീസിലുമൊക്കെയുള്ള ജനങ്ങൾ, അവരെയൊക്കെ സിവിലൈസ് ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് അവർ കോളനികളാക്കിയിട്ട് ഈ ഇമ്പീരിയലിസ്റ്റ് ചിന്താഗതികളിലൂടെയൊക്കെ അവര് ലോകത്തിൽ ഇടപെടുന്നത് എന്നുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിദ്ധാന്തമാണ്. അത് നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക. അതിനുശേഷമാണ് നമ്മൾ ഓറിയന്റലിസം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. എനിവേ, ഈ ഈസ്റ്റേൺ ലോകം എന്ന് പറയുന്നത് അത് വളരെ റൊമാൻറ്റിസിസം ഉള്ള, ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള, നിഗൂഢമായിട്ടുള്ള ഒന്നാണ്. അവിടെ ശാസ്ത്ര ചിന്തകൾക്കോ അല്ലെങ്കിൽ വളരെ സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒന്നും ഇവിടുത്തെ ഹിസ്റ്ററിയെ കുറിച്ച് കിട്ടാനില്ല എന്നുള്ളതാണ് ഒരു എക്സോട്ടിക് ചിന്താഗതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നാണ് യൂറോസെൻട്രിസം. യൂറോസെൻട്രിസം എന്ന് പറയുന്നത് യൂറോപ്പാണ് സെന്റർ എന്ന തോട്ടാണ് യൂറോസെൻട്രിസം. അതായത് വെസ്റ്റേൺ വേൾഡ് ആണ് എല്ലാത്തിന്റെയും ഉറവിടം, ഉത്ഭവം, നിദാനപ്പെടുത്തേണ്ട കേന്ദ്രം എന്ന ഒരു ചിന്തയാണ് യൂറോസെൻട്രിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എല്ലാത്തിന്റെയും ഗൈഡ് ലൈൻസ് നമുക്ക് കിട്ടുന്നത് യൂറോപ്പിൽ നിന്നാണ് എന്ന ഒരു തോന്നലിൽ നിന്നും കൂടെയാണ് ഈ ഓറിയന്റലിസം. അത് ഓറിയന്റലിസത്തിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ദെൻ ഒരു കൾച്ചറൽ സ്റ്റീരിയോ ടൈപ്പിംഗ് ആണ് ഓറിയന്റലിസത്തിന്റെ മറ്റൊരു ക്യാരക്ടർ എന്ന് പറയുന്നത്. അതായത് വെസ്റ്റേൺ കൾച്ചറാണ്
വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫ്ലോയിങ് ആയിട്ടുള്ള കൾച്ചർ വെസ്റ്റേൺ കൾച്ചർ ആണെന്നും ഈസ്റ്റിന്റെ കൾച്ചർ സ്റ്റീരിയോ ടൈപ്പാണ്, അതൊരു കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാണ് ഈസ്റ്റിന്റെ കൾച്ചർ എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ക്യാരക്ടർ. ദെൻ മറ്റൊന്നാണ് പൊളിറ്റിക്കൽ മോട്ടീവ്സ്. ചില പൊളിറ്റിക്കൽ മോട്ടീവ്സ് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യങ്ങൾ ആണ് ഈ ഓറിയന്റലിസത്തെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു ഞാൻ, അവരുടെ കൊളോണിയൽ താല്പര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ടാക്കിയെടുത്ത ഒരു ഐഡിയോളജി, അതാണ് ഓറിയന്റലിസത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട ചില ഓറിയന്റലിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേത് ഏറ്റവും പ്രോമിനന്റ് നെയിം വില്യം ജോൺസ് തന്നെയാണ്. വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഇന്ത്യയിലെ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചത് വില്യം ജോൺസ് ആണ്. ഇദ്ദേഹം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വർക്കുകളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരാളാണ് ജെയിംസ് മില്ലാണ്. ജെയിംസ് മില്ല് ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന വളരെ വിഖ്യാതമായിട്ടുള്ള ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് ഇദ്ദേഹമാണ്, ജെയിംസ് മില്ലാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇദ്ദേഹം ഇന്ത്യയുടെ കാലങ്ങളെ മൂന്നായിട്ട് തരംതിരിച്ചു. നമ്മൾ ലോകത്തിന്റെ ചരിത്രത്തെ പൊതുവെ പ്രാചീനം, മധ്യകാലം, ആധുനികം എന്നിങ്ങനെ തരംതിരിക്കാറുണ്ട്. എന്നാൽ ഇദ്ദേഹം അതിനെ തരംതിരിച്ചത് മറ്റൊരു രീതിയിലാണ്. ഹിന്ദു പീരീഡ്, മുസ്ലിം പീരീഡ് ആൻഡ് ക്രിസ്ത്യൻ പീരീഡ് എന്നിങ്ങനെയാണ് ഇദ്ദേഹം തരംതിരിച്ചത്. അതായത് ആൻഷ്യന്റ് ആയിട്ടുള്ള ഹിസ്റ്ററിയെ അദ്ദേഹം ഹിന്ദു പീരീഡ് എന്നും, മിഡീവൽ ഹിസ്റ്ററിയെ ഇന്ത്യയിലെ സുൽത്താൻ മുഗൾ ഭരണകാലവുമായിട്ട് ബന്ധപ്പെടുത്തി അതിനെ മുസ്ലിം പീരീഡ്, മുസ്ലിം ഭരണാധികാരികളായിരുന്നല്ലോ എന്നും, ഇനി മോഡേൺ പീരീഡ് അഥവാ അതിനെ ബ്രിട്ടീഷ് പീരീഡ് എന്നും തിരിച്ചു. ക്രിസ്ത്യൻ പീരീഡ് അല്ലെങ്കിൽ നമ്മൾ ഓർത്തിരിക്കാം ബ്രിട്ടീഷ് പീരീഡ് എന്നിങ്ങനെ തരംതിരിച്ചു. ഇതാണ് ജെയിംസ് മില്ലിന്റെ ഒരു നോട്ടബിൾ ആയിട്ടുള്ള നമ്മൾ ഓർത്തിരിക്കേണ്ട, പരീക്ഷയ്ക്ക് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഫീച്ചർ എന്ന് പറയുന്നത്. ദെൻ അടുത്ത ചിന്തകൻ മാക്സ് മുള്ളർ ആണ്. ഇദ്ദേഹം വേദം പഠിച്ചു, നല്ല ഒരു സംസ്കൃത പണ്ഡിതനായിരുന്നു. സാൻസ്ക്രിറ്റ് ഒക്കെ നന്നായിട്ട് വശമുള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹം വേദിക് ടെക്സ്റ്റുകളെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഓറിയന്റലിസം എന്നുള്ള ഐഡിയോളജി ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് എഡ്വേർഡ് സെയ്ദാണ്. ഇത് അതിനെ പോപ്പുലറൈസ് ചെയ്യുന്നത് എഡ്വേർഡ് സെയ്ദാണ്. 1978 ഇദ്ദേഹത്തിന്റെ ഓറിയന്റലിസം എന്നൊരു ഗ്രന്ഥം എഡ്വേർഡ് സെയ്ദ് രചിച്ചു. അപ്പൊ ഇദ്ദേഹമാണ് ഈ ഒരു കോൺസെപ്റ്റിനെ പോപ്പുലറൈസ് ചെയ്തത്. ദെൻ ഇനി നമ്മൾ എഡ്വേർഡ് സെയ്ദ് ഇതിന് ചില ക്രിറ്റിസിസംസ് കൊണ്ടുവന്നിട്ടുണ്ട്, അതും കൂടി ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഓറിയന്റലിസം എന്ന് പറയുന്നത് ഒരു ഈസ്റ്റിന്റെ മേലെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ ഈസ്റ്റേൺ വേൾഡിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി വെസ്റ്റേണേഴ്സ് കൊണ്ടുവന്ന ഒരു സിദ്ധാന്തമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓറിയന്റലിസ്റ്റിന് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ക്രിറ്റിസിസം അതാണ്. ദെൻ ഇദ്ദേഹം പറയുന്നത് ഈ ഈസ്റ്റേൺ ലോകത്തിന്റെ യഥാർത്ഥത്തിലുള്ള കാര്യത്തെ അല്ലെങ്കിൽ റിയാലിറ്റീസിനെ വെസ്റ്റേൺ വേൾഡ് എന്നും ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോഴും വെസ്റ്റേൺ വേൾഡിന് താല്പര്യം ഈസ്റ്റേൺ ലോകം അപരിഷ്കൃതരാണെന്നും ഇവിടെ ഒരു അറിവും ജനിച്ചിട്ടില്ല എന്നും ഇവിടെ ഇരുളടഞ്ഞ ഒരു ലോകമാണ് കിഴക്കൻ ലോകം, പൗരസ്ത്യ ലോകം എന്നാണ് പാശ്ചാത്യ ലോകം എല്ലായ്പ്പോഴും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അത് യാഥാർത്ഥ്യത്തിന് വിരുദ്ധമാണ്. ഇവിടെയും വളരെ സംസ്കാര സമ്പന്നരായ ജനങ്ങൾ അധിവസിച്ചിട്ടുണ്ട്. വെസ്റ്റേൺ ലോകത്തൊക്കെ സംസ്കാരങ്ങള്, സിവിലൈസേഷൻസ് ഉദയം കൊള്ളുന്നതിന് മുൻപേ ഏഷ്യൻ വൻകരയിൽ സിവിലൈസേഷൻസ് രൂപം കൊണ്ടിട്ടുണ്ട്. പൊതുവെ വെസ്റ്റിനേക്കാളും ഈസ്റ്റേൺ ലോകത്തിന്റെ അറിവിന്റെ ഖനികൾ സമ്പന്നമാണ്. എന്നാൽ ഇതിനെയെല്ലാം സൗകര്യപൂർവ്വം ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു രീതിയാണ് വെസ്റ്റേണേഴ്സ് എന്നും സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് എഡ്വേർഡ് സെയ്ദിന്റെ മറ്റൊരു ക്രിറ്റിസിസം ആണ്. സോ ഇനി നമ്മൾ നോക്കുന്നത് ഇൻഡോളജി എന്ന കോൺസെപ്റ്റ് ആണ്. സോ ഇൻഡോളജി എന്ന് പറയുന്നത് ഇതൊരു ഇന്ത്യയെ കുറിച്ചുള്ള ഒരു അക്കാഡമിക് സ്റ്റഡിയാണ്, ആൻ അക്കാഡമിക് സ്റ്റഡി ഓഫ് ഇന്ത്യ. ഇന്ത്യയെ കുറിച്ചുള്ള ഒരു പഠനം. നമ്മൾ നേരത്തെ പറഞ്ഞു ഓറിയന്റലിസം എന്ന് പറയുന്നത് ഈസ്റ്റിനെ കുറിച്ചാണ്. അപ്പൊ ഈസ്റ്റേൺ വേൾഡിലെ പ്രധാനപ്പെട്ട ഒരു രാജ്യം ഇന്ത്യയെ കുറിച്ച് പ്രത്യേകമായിട്ട് എടുത്തു പഠിക്കുന്നതാണ് ഇൻഡോളജി. അപ്പൊ ഇതില് നമ്മൾ നേരത്തെ ജെയിംസ് മില്ലിന്റെ ഹിന്ദു പീരീഡ്, മുസ്ലിം പീരീഡ്, ബ്രിട്ടീഷ് പീരീഡ് ഇങ്ങനെയുള്ള വിവേചനം, ഈ ഒരു തരംതിരിവ് മാറ്റിയിട്ട് ആൻഷ്യന്റ്, മിഡീവൽ ആൻഡ് മോഡേൺ എന്നുള്ള രീതിയിൽ തന്നെ ഇന്ത്യയുടെ ചരിത്രം കാണാൻ പഠിച്ചത് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് റീസ്ട്രക്ചർ ചെയ്യുന്നത് ഇൻഡോളജിസ്റ്റുകളാണ്. ഇനി ഇതിന്റെ ഒരു ഇത്തരം സ്റ്റഡീസിന്റെ ഒരു സ്കോപ്പ് എന്ന് പറഞ്ഞാൽ അത് ലാംഗ്വേജിൽ വലിയ സ്കോപ്പുകൾ കൊണ്ടുവരുന്നുണ്ട്. അതായത് ലാംഗ്വേജ് സ്റ്റഡീസിനെ
വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, എൻകറേജ് ചെയ്യുന്നുണ്ട്. അതായത് ഇന്ത്യയിലെ ഭാഷകൾ, പ്രത്യേകിച്ച് സംസ്കൃതം, അതിസമ്പന്നമായ സംസ്കൃത ഭാഷ, ഈ പറയുന്ന നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത എല്ലാ ചരിത്രകാരന്മാരും ഈ സംസ്കൃതത്തിൽ അഗാധ പാണ്ഡിത്യമുള്ളവരായിരുന്നു. അപ്പൊ ഈ ഭാഷയെ അവര് പഠിച്ചു, ഭാഷയ്ക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകി. സംസ്കൃതം മാത്രമല്ല, പാലി, പ്രാകൃത്, തമിഴ് ഉൾപ്പെടെയുള്ള മറ്റു ഇന്ത്യൻ ഭാഷകള് ഒക്കെ, കന്നഡ ഭാഷയൊക്കെ കൂടുതൽ എന്താണ് റിച്ചായി മാറുന്നതിന് അത് സഹായകമായിട്ടുണ്ട്. ദെൻ റിലീജിയസ് സ്റ്റഡീസ് ആണ് മറ്റൊന്നത്. അതായത് ഹിന്ദു മതത്തെക്കുറിച്ചും ബുദ്ധ, ജൈന, പാഴ്സി മതങ്ങളെ കുറിച്ചൊക്കെയുള്ള വിശദമായിട്ടുള്ള പഠനങ്ങൾ, അവബോധം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പഠനങ്ങൾ നടന്നത് ഇതിന്റെ ഭാഗമാണ്. ഇനിയും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സീക്രട്ട് ടെക്സ്റ്റുകളെ കുറിച്ച്, വേദ ഇതിഹാസങ്ങളെ കുറിച്ചൊക്കെ ഉള്ള പഠനം ഈ ഒരു ഇതിന്റെ ഭാഗമായിട്ട് നടന്നു. ദെൻ ഫിലോസഫി ആൻഡ് എത്തിക്സ്. ഇന്ത്യൻ ഫിലോസഫി, വേദങ്ങളും ഉപനിഷത്തുകളും ഇന്ത്യയുടെ പൗരാണികമായിട്ടുള്ള തത്വചിന്തയ്ക്ക് പ്രാധാന്യം ലഭിക്കുകയും അത് പുറം ലോകം അറിയുകയും ഒക്കെ ചെയ്തത് ഈ ഒരു ഇത്തരം പഠനങ്ങളുടെ ഭാഗമായിട്ടാണ്. കൂടാതെ തന്നെ ഇന്ത്യയുടെ കലാ സാംസ്കാരിക രംഗത്തൊക്കെയുള്ള ഇന്ത്യയുടെ വൈശിഷ്ട്യം പുറം ലോകം അറിയുന്നത് ഇത്തരം പഠനങ്ങളുടെ ഭാഗമാണ്. ഇനി പ്രധാനപ്പെട്ട ഇൻഡോളജിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് നോക്കാം. വില്യം ജോൺസ് ആണ് ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ഇൻഡോളജിസ്റ്റ്. അപ്പോൾ ഇദ്ദേഹം ഈ സംസ്കൃത പഠനങ്ങൾക്കൊരു ഫൗണ്ടേഷൻ നൽകിയ, ഇന്ത്യയിലെ ഒരു ഫൗണ്ടേഷൻ നൽകിയ ആളാണ്. ദെൻ മാക്സ് മുള്ളറും ഒരു ഇൻഡോളജിസ്റ്റ് ആണ്. ഇദ്ദേഹം ഇന്ത്യയിലെ വേദങ്ങളിലും പുരാണങ്ങളിലും ഒക്കെയാണ് ഇദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിരുന്നത്. ഇനി മറ്റൊരാള് ഹെർമൻ ഓളൻബർഗ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു യൂറോപ്യനായിട്ടുള്ള ഒരു ഇൻഡോളജിസ്റ്റ്. അദ്ദേഹം ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളിലാണ് ഇദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ഇനി ഇൻഡോളജിയെ കുറിച്ചുള്ള ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത്, ഇത് ഇന്ത്യൻ കൾച്ചറിനെ ഒരു യൂറോസെൻട്രിക് ലെൻസിലൂടെ തന്നെയാണ് ഇവരും കണ്ടത്. അല്ലാതെ ഇന്ത്യയുടെ സംസ്കാരത്തെ ഇവിടെ നിന്ന് തനതായ രീതിയിലല്ല അവരാരും ബ്രിങ് ഔട്ട് ചെയ്യുന്നത്. മറിച്ച് ഒരു യൂറോ സെൻട്രിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ തന്നെയാണ് അവരെല്ലാം ഇതിനെ വെച്ചിട്ടുള്ളത്, കണ്ടിട്ടുള്ളത്. അതുപോലെ ഇവർക്ക് എപ്പോഴും ഒരു സെലക്റ്റീവ് ഫോക്കസ് ആയിരുന്നു. മുഴുവനായിട്ട് നിഷ്പക്ഷമായിട്ട് ഇന്ത്യയെ കുറിച്ച് പഠിക്കുക എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരുടെ ഏതാനും ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു ഫോക്കസ് അവരുടെ സ്റ്റഡിക്ക് എന്നും ഉണ്ടായിരുന്നു. ഇനി ഒരു മിസ്ഇന്റർപ്രിട്ടേഷൻസ്, പലപ്പോഴും ദുർവ്യാഖ്യാനങ്ങൾ, പലപ്പോഴും തെറ്റായ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ഇന്ത്യൻ ചരിത്രത്തിന് നൽകുന്നതിലും ഇൻഡോളജിസ്റ്റുകൾ കാരണമായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏഷ്യാറ്റിക് സൊസൈറ്റിയെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതും കൂടി നോക്കാം. ഈ ഭാഗത്ത് പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. അപ്പോൾ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ 1784 കൽക്കത്തയിലാണ് ഈ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ഫൗണ്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, വില്യം ജോൺസ് ആണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ അതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിന്റെ ഒബ്ജക്റ്റീവ് ഇന്ത്യയുടെ ഹിസ്റ്ററിയും അതുപോലെ പാസ്റ്റിനെ കുറിച്ച്, അല്ലെ, ഇന്ത്യയുടെ പാസ്റ്റിനെ, ഭൂതകാലത്തെ കുറിച്ച്, ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ച്, ഇന്ത്യൻ ഭാഷയെ കുറിച്ച്, ഇന്ത്യയിലെ അമൂല്യമായ ഗ്രന്ഥങ്ങളെ കുറിച്ചും ഒക്കെയുള്ള അറിവുകൾ പുറത്തു കൊണ്ടുവരിക, അതിനെ സംരക്ഷിക്കുക, ഇതൊക്കെയായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതായത് ആൻഷ്യൻ ടെക്സ്റ്റുകൾ തനതായ രീതിയിൽ പ്രിസർവ് ചെയ്യുക എന്നുള്ളത് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിരുന്നു. ഇനി ഇത് ഒരു പ്രധാനപ്പെട്ട, ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പിന്നീടാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും ഒക്കെ ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ചരിത്രം കാത്തുസൂക്ഷിക്കുന്നതില് പ്രധാനപ്പെട്ട, പാരമ്പര്യത്തിനൊക്കെ പ്രിസർവ് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരുന്നു. ഇനി ഇതിന്റെ കോൺട്രിബ്യൂഷൻസ്, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിന്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലിംഗ്വിസ്റ്റിക്സിലും ലിറ്ററേച്ചറിലുമാണ്, ഭാഷയിലും സാഹിത്യത്തിലുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിട്ടുള്ളത്. ഇത് പലപ്പോഴും സംസ്കൃതവും അതുപോലെ പേർഷ്യനും ഇനി മറ്റു ഭാഷകളിൽ പെട്ട കൃതികളും ഒക്കെ ആയിട്ടുള്ള ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡീസ് ഇവര് വളരെയേറെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇനി മനുസ്മൃതി, അതുപോലെ ചാൾസ് വിൽക്കിൻസ് ഒക്കെ ഭഗവത്ഗീത ട്രാൻസ്ലേറ്റ് ചെയ്തു. അതുപോലെ മനുസ്മൃതി, രാമായണ, മഹാഭാരത ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ധർമ്മമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ ആണ്. അപ്പൊ എന്തായാലും ഇത്തരം
ഗ്രന്ഥങ്ങളെല്ലാം മറ്റു ഭാഷകളിലേക്ക്, ഇംഗ്ലീഷിലേക്കും ലാറ്റിനിലേക്കും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുക വഴി ഇത് ലോകം മുഴുവൻ അറിയും. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഇരുളടഞ്ഞ ഒരു കോണ്ടിനെന്റ് അല്ല, അല്ലെങ്കിൽ ഇന്ത്യ എന്നും പിന്നോക്കമല്ല, അതിന് ഉജ്ജ്വലമായിട്ടുള്ള പാരമ്പര്യം ഇന്ത്യക്കുണ്ട് എന്ന് പുറം ലോകത്തെ അറിയിക്കുന്നതിന് ഇത് കാരണമായിട്ടുണ്ട്. കൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഹിസ്റ്റോറിക്കൽ റിസർച്ചുകൾക്ക് ചുക്കാൻ പിടിക്കുക എന്നുള്ള വലിയ ഒരു ധർമ്മം ഏഷ്യാറ്റിക് സൊസൈറ്റി നിർവഹിച്ചിട്ടുണ്ട്. അത് കോയിൻസും അത് ഇൻസ്ക്രിപ്ഷൻസും അതുപോലെ പ്രധാനപ്പെട്ട സ്തംഭങ്ങളും ശാസനങ്ങളും കെട്ടിടങ്ങളും പൗരാണികമായിട്ടുള്ള നഗരങ്ങളും ഇതെല്ലാം റിക്കവർ ചെയ്യുകയും അതിനെല്ലാം പ്രിസർവ് ചെയ്യുകയും ചെയ്തത് വലിയ ഒരു ധർമ്മമാണ്. ഇനി ഏഷ്യാറ്റിക് സൊസൈറ്റി ഒരു ജേണല് പബ്ലിഷ് ചെയ്തിരുന്നു. ആ ഒരു ഏഷ്യാറ്റിക് റിസർച്ച് നെ കുറിച്ച് ഒരു ജേണൽ പബ്ലിഷ് ചെയ്യുക വഴി അതിനൊരു ആധികാരികതയും അതിനൊരു ഒഫീഷ്യൽ നേച്ചറും ഒക്കെ ലഭിച്ചു. ഇനി ആർക്കിയോളജിയും എപ്പിഗ്രാഫിയും വളരെയേറെ പ്രോത്സാഹിപ്പിച്ചത് ഈ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിന്റെ മറ്റൊരു കോൺട്രിബ്യൂഷൻ ആണ്. ഇനി പല ഇന്റർ ഡിസിപ്ലിനറി വർക്കുകളും ഇവര് കൊണ്ടുവന്നിട്ട്, അതായത് മറ്റു സബ്ജക്റ്റുകളുമായിട്ട് കണക്ട് ചെയ്ത്, ഇപ്പൊ ന്യൂമിസ്മാറ്റിക്സ് എന്ന ഒരു പഠനശാഖ, ഹിസ്റ്ററി എന്ന മറ്റൊരു പഠനശാഖ, ആന്ത്രപ്പോളജി എന്ന മറ്റൊരു, അപ്പൊ ഇതിനെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള പഠന രീതികളും ഇവര് മുന്നോട്ട് വെച്ചു. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻഡോളജി, ഓറിയന്റലിസം, അതുപോലെ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ, ഇത്രയും കാര്യങ്ങളെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.